ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ഗാർഡൻ. മിച്ചൂസ് ഗാർഡനെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് സെയിലിനായിട്ട് ഒരുപാട് അടിപൊളി വെറൈറ്റി ബൊഗൈൻവില്ല പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. നല്ല ഗ്രാഫ്റ്റും മൾട്ടി ഗ്രാഫ്റ്റഡും ഒക്കെയായ സൂപ്പർ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. പ്ലാന്റ്സ് വേണ്ടവർ കോണ്ടാക്ട് ചെയ്യണം. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വ്യൂവേഴ്സ് ഒരുപാട് കയറുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. പ്ലീസ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും ബെൽ ബട്ടണും കൂടി അടിക്കാൻ മറക്കല്ലേ. ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്. കുറച്ച് ദിവസങ്ങളായി ഓൾറെഡി ഒരു അടഞ്ഞ ശബ്ദമായിരുന്നു, പക്ഷേ കുറച്ച് ദിവസമായിട്ട് നീർക്കെട്ടും കൂടി വന്നതുകൊണ്ട് ശബ്ദം തീരെ ക്ലിയർ ആവുന്നില്ല. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വെറൈറ്റി ബൊഗൈൻവില്ല പ്ലാന്റ്സാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. വെറൈറ്റി എന്ന് വെച്ചാൽ അത്ര നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് നമ്മൾ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ KSRTC വഴിയും പെറ്റ് സർവീസ് വഴിയും DTDC വഴിയൊക്കെയാണ് പ്ലാന്റ്സ് അയക്കുന്നത്. എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ 1-2 പ്ലാന്റ്സൊക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ DTDC വഴി സെലക്ട് ചെയ്യാറുള്ളൂ. കസ്റ്റമറോട് അത് തന്നെ പറയാറുണ്ട്. അതിൽ കൂടുതലാണ് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പെറ്റ് സർവീസ് വഴിയോ അല്ലെങ്കിൽ KSRTCയേക്കാൾ ഒന്നും കൂടി ഫ്ലെക്സിബിൾ നമുക്ക് പെറ്റ് സർവീസ് വഴിയാണ് കേട്ടോ. പെറ്റ് സർവീസ് ഈ പറയും പോലെ ഹൈവേ വഴി മെയിൻ റോഡ് വഴി മാത്രമേ പോവുള്ളൂ. പെറ്റ്സിനെയൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണ്. അവരിപ്പോൾ നമുക്ക് കുറച്ച് പ്ലാന്റ്സും കൂടി ഡെലിവറി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് 350-400 രൂപ ബോക്സ്. ഒരു ബോക്സ് ചെടിയിൽ 3 to 4 അല്ല മാക്സിമം പോയി 5 ചെടിയൊക്കെ നമുക്കൊരു ബോക്സിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വിടും. അപ്പോൾ ഏത് സൈസ് ചട്ടിയിലാണോ ഇരിക്കുന്നത്, ഇതൊക്കെ 8 ഇഞ്ച് ചട്ടിയിലാണ് ഇരിക്കുന്നത്. ആ സെയിം ചട്ടി എങ്ങനെയാണോ ഈ പ്ലാന്റ് ഇരിക്കുന്നത് ഇതേ സൈസിൽ നിങ്ങൾക്ക് ഡെലിവറി കിട്ടും കേട്ടോ. അതാണ് പെറ്റ് സർവീസിൻ്റെ ഒരു വലിയ ക്വാളിറ്റി. അതുകൊണ്ട് തന്നെ ബൊഗൈൻവില്ല പ്ലാന്റ്സ് എല്ലാവരും തന്നെ മാക്സിമം അങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ KSRTC വഴി നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നുണ്ട്. നമ്മുടെ വയനാട്, ഇടുക്കി അങ്ങോട്ടൊന്നും പെറ്റ് സർവീസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വയനാട് ഉണ്ട് പക്ഷേ ഉള്ളിലേക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ളവർക്ക് KSRTCയുടെ സൗകര്യം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിലൊരു ചിന്തയുള്ളൂ, എങ്ങനെയെങ്കിലും നമ്മുടെ ഈ പ്ലാന്റ് റൂട്ടിനൊരു ഡാമേജും വരാതെ നല്ല സേഫായിട്ട് കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ എല്ലാം എയിം എന്ന് പറയുന്നത്. നമ്മൾ സിംഗിൾ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നതൊക്കെ കസ്റ്റമറിൻ്റെ റിവ്യൂ. ഇത് വീഡിയോ കാണുന്നവരും വീഡിയോ കണ്ട് പ്ലാന്റ് വാങ്ങിയവരും കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ബൊഗൈൻവില്ല പ്ലാന്റ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ. അതുപോലെ ഞാൻ ID മാറി, എനിക്ക് എല്ലാ ഒന്നും കൃത്യമായിട്ട് അറിയില്ല. ID മാറി പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള കറക്റ്റ് ID എല്ലാം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് നമുക്ക് എല്ലാ രീതിയിലും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലെ തന്നെയായിട്ടും ശബ്ദം നല്ല പണി തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദം വെച്ചിട്ട് ഇനി ഗ്ലാസ് എങ്ങനെ എടുക്കുന്ന പോലും അറിയില്ല. അപ്പോൾ ഉള്ള ശബ്ദം പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ പുതിയ പ്ലാന്റ്സ് എല്ലാം ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുക, ഇന്നത്തെ പ്ലാന്റ്സിൽ ഏറ്റവും അടിപൊളി പ്ലാന്റാണ് കേട്ടോ മിസ് വേൾഡ്. എന്ത് ഭംഗിയെന്നറിയാവോ കാണാൻ, ഇലയില്ലാതെ പൂക്കളുണ്ടാകുന്ന അടിപൊളി പ്ലാന്റ്സ്. നമ്മൾ പ്രൈസ് പറയുന്നില്ല കേട്ടോ, കാരണം നമ്മളിപ്പോൾ ഒരു പ്ലാന്റ് വാങ്ങുന്ന ആൾക്കും ഒരുപാട് പ്ലാന്റ്സ് വാങ്ങുന്ന ആളുകൾക്കും ഒക്കെ നമ്മൾ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്, മനസ്സിലായോ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരുപാട് പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ പ്രൈസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ ന്യായമായ പ്രോഫിറ്റ് ഇട്ട് മാത്രമാണ് സെയിൽ ചെയ്യുന്നത്, അല്ലാതെ മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവ് എന്നൊന്നും പറയുന്നില്ല. എല്ലാവരും പോലെ നമ്മുടെ കഷ്ടപ്പാടിനുള്ള ഇത് കിട്ടണമല്ലോ, അതിനു വേണ്ടിയാണല്ലോ നമ്മൾ എല്ലാ ബിസിനസ്സും ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ കഷ്ടപ്പാട്, എൻ്റെ വീടാണെങ്കിൽ അല്പം കുന്നിൻ്റെ മുകളിലേക്ക് കയറി വരണം. നമ്മളിപ്പോൾ റോഡിൽ നിന്ന് താഴെ മുകളിലേക്ക് ഈ പ്ലാന്റ്സ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടല്ലോ ബൊഗൈൻവില്ലയ്ക്ക്. അത് മൊത്തം ഞാൻ ഹസ്ബൻഡും കുട്ടികളും കൂടിയൊക്കെ ചുമന്നിട്ടാണ് മുകളിലൊക്കെ കയറ്റുന്നത്. നല്ല എഫേർട്ടുണ്ട്. ആ എഫേർട്ട് ഉണ്ടെന്ന് പറഞ്ഞ് അമിതമായ ലാഭമൊന്നും എടുക്കുന്നില്ല കേട്ടോ. ന്യായമായ രീതിയിൽ നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ, മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിലയ്ക്ക് വിൽക്കുന്ന ആ രീതിയിലല്ല, ന്യായമായ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്ന റേറ്റിനേക്കാളും മാർജിൻ കയറ്റിയിട്ടിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. പിന്നെ ചില ആളുകൾ പറയാറുണ്ട് അവിടെ ഇത്രയുള്ളല്ലോ വില, ഇവിടെ ഇത്രയുള്ളല്ലോ വില എന്ന്.
എൻ്റെ അടുത്ത് അങ്ങനെ ഇതുവരെ അങ്ങനെ സംസാരിച്ചിട്ടില്ല ആരും, പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ഓർക്കണം, നമ്മളെല്ലാവരും ഒരേ സ്ഥലത്തു നിന്നൊന്നും അല്ല പർച്ചേസ് ചെയ്യുന്നത്, പലരും പല സ്ഥലത്തു നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് ബൾക്ക് വാങ്ങുന്ന ആളുകൾക്ക് ഈ പറഞ്ഞ പോലെ അവരും ചിലപ്പോൾ കുറച്ച് പ്രൈസ് താത്തി കൊടുക്കും, കുറച്ച് വാങ്ങുന്നവർക്ക് കുറച്ചും കൂടി പ്രൈസ് കൂട്ടി, അങ്ങനെ കിട്ടുന്ന റേറ്റ് വളരെ ഡിഫറെൻ്റാണ്, പലർക്കും പല രീതിയിലാണ്. അതുകൊണ്ടാണ് കേട്ടോ മാർജിൻ്റെ ചെറിയ വ്യത്യാസം നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ ഉണ്ടെങ്കിൽ അങ്ങനെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഏറ്റവും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റാണ് കേട്ടോ, ഹവായ് പർപ്പിൾ 14 ഇഞ്ച് പോട്ടിൽ ഹെവി ബുഷി പ്ലാന്റാണ് കേട്ടോ. നിറയെ പൂക്കൾ, നിങ്ങൾക്കിതൊക്കെ ഹാങ്ങിങ് പോട്ടിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന പ്ലാന്റാണ് ഹവായ് പർപ്പിൾ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ പ്രൈസ് പറയുന്നില്ല, പ്ലാന്റ് വേണ്ടവർ വാട്സപ്പിൽ വരിക. ഞാൻ കമൻറ്റ് ബോക്സിലും അല്ലാതെയും ഒക്കെ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇടുന്നുണ്ട്, വാട്സപ്പിൽ വന്നാൽ മതി കേട്ടോ. ഹവായ് പർപ്പിൾ ഒരു കാര്യം കൊടുക്കുക, ഈ ക്യാമറയുടെ ഡിഫറൻസ് കൊണ്ട് പലപ്പോഴും ഫ്ലവേഴ്സിൻ്റെ കളർ ചിലപ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ടാകും. ഇതൊക്കെ നല്ല കട്ട പർപ്പിളാണ്, ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പോൾ വീഡിയോയിൽ അത്ര ഒരു ഭംഗി ആ കളർ കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നി. നല്ല ഹെവി ബുഷി വലിയ 14 ഇഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്ര വലിയ ഇതാണ് കേട്ടോ. ബൊഗൈൻവില്ലകൾ ഞാൻ നോക്കിയിട്ട് നമ്മുടെ വീഡിയോ കാണുന്നതിനേക്കാൾ ഒരുപാട് ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട്. ഇത് പാർത്ഥസാരഥി എന്ന് പറയുന്നൊരു പ്ലാന്റാണ്, പാർത്ഥസാരഥി പർപ്പിൾ. നല്ല വലിയ പോട്ടാണ് കേട്ടോ ഉള്ളത്. നമ്മുടെ 250 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. കാണിക്കാം. ചില്ലി ഐറ്റംസ് ഒരുപാട് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും സുന്ദരികളാണ് വാട്ടർമെലൺ കീസൊക്കെ നമ്മൾ നല്ല അടിപൊളി ഓൺ റൂട്ട് പ്ലാന്റും ഗ്രാഫ്റ്റഡും എല്ലാം ഉണ്ട്. നല്ല അടിപൊളി പ്ലാന്റ് ബെസ്റ്റ് പ്രൈസിനാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മളിന് ഇതിനേക്കാളും മുമ്പ് ഒരുപാട് റേറ്റിന് സെയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പകുതി വിലയേ ഉള്ളൂ ഇപ്പോഴത്തെ സെല്ലിങ് പ്രൈസ്. കാരണം പർച്ചേസിങ് പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. പർച്ചേസിങ് പ്രൈസ് കുറയുന്നതനുസരിച്ച് നമ്മൾ സെല്ലിങ് പ്രൈസും കുറയും. അപ്പോൾ നമ്മൾ അന്ന് അത്രയും പ്രൈസിന് ഞാൻ വാങ്ങി ഇന്ന് കുറച്ചല്ലോ നിങ്ങൾ പറയരുത്. പറഞ്ഞ പോലെ തന്നെ ഓരോ തവണ പോകുമ്പോഴും കിട്ടുന്ന പ്രൈസിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നത്. അല്ലാതെ മാർജിൻ സെയിം തന്നെ നോക്കിയിട്ടൊന്നുമല്ല, കിട്ടുന്ന അനുസരിച്ചിട്ടാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും സുന്ദരിയായ മറ്റൊരു പ്ലാന്റാണ് മൊണാലിസോ യെല്ലോ. ഇതിൻ്റെ ലീഫും ഭയങ്കര ഭംഗിയാണ്. ഒരിത്തിരി ഉള്ളിലേക്ക് ചുണ്ടിട്ട് ഡാർക്ക് ഗ്രീൻ വിത്ത് സൂപ്പർ യെല്ലോ, അടിപൊളി യെല്ലോ. മൊണാലിസോ യെല്ലോ എല്ലാം നല്ല വലിയ ചട്ടിയിലാണ് കേട്ടോ ചെടികളിരിക്കുന്നത്. ട്രൈ കളർ വെരിഗേറ്റഡിൻ്റെ ഒക്കെ പ്ലാന്റ് നമ്മുടെ ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ബ്രിസ വൈറ്റ്, ബ്രിസ റെഡ്, ബ്രിസ മജന്ത, ബ്രിസ പീച്ച് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ബ്രിസ റെഡിൻ്റെ പ്ലാന്റ് നല്ല അടിപൊളി വലിയ പ്ലാന്റ്. ബ്രിസ റെഡിൻ്റെ പ്ലാന്റും ബ്രിസ വൈറ്റും ബ്രിസ മജന്തയും ബ്രിസ പീച്ചും ബ്രിസയുടെ ഓൾ ടൈപ്പ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ ചില്ലി ഐറ്റംസ്, ചില്ലി ഐസ്ക്രീം എല്ലാം വലിയ 8 ഇഞ്ച് പോട്ടുള്ള വലിയ ചെടികളാണ്. ചില്ലി പർപ്പിളും ചില്ലി ഓറഞ്ചും ചില്ലി ഐസ്ക്രീമും നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇത് മറ്റൊരു അടിപൊളി പ്ലാന്റാണ് കേട്ടോ. സുവർണ, തായ്ലൻഡ് സുവർണ എന്ന് പറയുന്നത് തായ് സുവർണയാണ് കേട്ടോ. ഇത് നല്ല ഒരു പ്രത്യേക ഷേപ്പിലുള്ള മഞ്ഞയാണെന്ന് വെച്ചാൽ മഞ്ഞ, ക്രീം കയറി വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ക്രീമും, ആ രീതിയിൽ ഫ്ലവറിൻ്റെ പാറ്റേൺ താഴെ മഞ്ഞയും മുകളിലേക്ക് കയറുമ്പോൾ ഒരു ഇച്ചിരി ക്രീമും കൂടി കയറുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പ്ലാന്റാണ് കേട്ടോ. തായ് സുവർണയുടെ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ഒരുപാട് പ്ലാന്റ്സ് അവൈലബിൾ ആണ്. അതുപോലെ ഇന്നത്തെ വീഡിയോയിലെ മറ്റൊരു അടിപൊളി സുന്ദരിയാണ് 3 സ്റ്റാർ. സൂപ്പർ അടിപൊളി പ്ലാന്റ്സ് നമുക്ക് 3 സ്റ്റാറിൻ്റെ അവൈലബിൾ ആണ് കേട്ടോ. അടർണയുടെ ഗോൾഡ് അടർണ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് മഞ്ഞ പ്ലാന്റ്സ് എന്ന് എനിക്ക് തോന്നി. ഇതൊരു പുതിയ വെറൈറ്റി ഉണ്ട്, ജയ എന്ന് പറയും. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു കുങ്കുമ കളർ ഫ്ലവറാണ് കേട്ടോ ജയയുടെ പ്ലാന്റ്സ് സൈസും ഒക്കെ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ചട്ടിയും പ്ലാന്റ് സൈസും ഒക്കെ നോക്കി പൂർണ്ണമായിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം പ്ലാന്റ് പർച്ചേസ് ചെയ്യുക. ഇത് ഷിലൗത്തെ എന്ന് പറഞ്ഞൊരു ടോപ്പ് റയർ വെറൈറ്റിയാണ്. ഇതൊരു കസ്റ്റമറുടെ എൻക്വയറി അനുസരിച്ച് നമ്മൾ വാങ്ങിയതാണ്. റേറ്റ് കൂടിയ പ്ലാന്റ് ആയതുകൊണ്ട് എൻക്വയറി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാറുള്ളൂ.
ഇത് ജയ പീച്ച്, നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ, ഫ്ലവർ കാണാൻ. തായ് ഡിലൈറ്റിൻ്റെ പ്ലാന്റ് കുറച്ച് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഹവായ് പർപ്പിളിൻ്റെ വലിയ പ്ലാന്റും ഉണ്ട്, ചെറിയ പ്ലാന്റ് മീഡിയം സൈസുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇതൊക്കെ 500 രൂപയുള്ളൂ. വലിയ പ്ലാന്റ് 14 ഇഞ്ച് പോട്ടുള്ള വലിയ ചട്ടിയാണ്. തായ് സുവർണ്ണ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. ഹവായ് പർപ്പിൾ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമ്മുടെ പൂന വെറൈറ്റീസ് 250 ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. എല്ലാം ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പോൾ 250 പൂന വെറൈറ്റീസ് നമ്മുടെ ഒരുപാട് കളറ് ഉണ്ട്, നിങ്ങൾ ഓർക്കുക. ഇനി അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ മറ്റൊരു അടിപൊളിയാണ് വയലറ്റ് സ്ലീപ്പിംഗ് പോത്തോസ്. ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണ്, വയലറ്റ് കളർ സ്ലീപ്പിംഗ് ബ്യൂട്ടിയാണ്. നമ്മുടെ കയ്യിൽ വയലറ്റ് താങ്ലോങ് ഈ തവണ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. വയലറ്റ് ടോങ്ലോങ് നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ സുന്ദരിയാണ്, മിസ് വേൾഡ് ഭയങ്കര ഭംഗിയായി കാണാൻ, ഇലയില്ലാതെ പൂവുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. നോക്കുക, ട്രൈക്കാർ വെരിഗേറ്റഡ്. അതുപോലെ അടർന്ന മഹാറാണി ഒക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. മറ്റൊരു സുന്ദരി കുട്ടിയാണ് ലേഡി ബേഡ്, ഭയങ്കര ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ലീഫും കുഞ്ഞു കുഞ്ഞു ഉരുണ്ട ലീഫും അതുപോലെ നല്ല മനോഹരികളായ പൂക്കളാണ് ലേഡി ബേഡിനുള്ളത്. പിന്നെയുള്ള അടുത്തൊരു പ്ലാന്റാണ് കേട്ടോ. നോക്കുക, യെല്ലോ ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈയുടെ ഒരുപാട് സൈസ് ഉണ്ട്, ഒരുപാട് വെറൈറ്റി ഉണ്ട്. യെല്ലോ ബട്ടർഫ്ലൈ റെയറാണ്, ഒരുപാട് പേര് ആവശ്യപ്പെട്ട പ്രകാരം നമ്മൾ കൊണ്ടുവന്നൊരു പ്ലാന്റാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഹാങ്ങിങ്ങിലിടാവുന്ന മറ്റൊരു അടിപൊളി പ്ലാന്റാണ് ലോല. റൂബി റെഡിൻ്റെ ഫ്ലെയിം റെഡിൻ്റെയൊക്കെ നല്ല ഫൈറോപ്പാലിൻ്റെയൊക്കെ നല്ല അടിപൊളി സൈസ് 500 രൂപയ്ക്ക് തരാം നല്ല അടിപൊളി 8 ഇഞ്ച് പോട്ടുള്ള ചെടികൾ നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ പോലെ ചില്ലി ഐറ്റംസ്, ബ്രിസ ഐറ്റംസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്, മറക്കണ്ട. അതുപോലെ ബ്ലൂബെറി ഐസിൻ്റെ ഒറിജിനൽ പ്ലാന്റ്, ബ്ലൂബെറി ഐസ് എന്ന് പറഞ്ഞാൽ പലരും എന്താണ് അത്ര ഒറിജിനൽ അല്ലാത്ത പ്ലാന്റ് വിൽക്കുന്നുണ്ട്, അത് റേറ്റ് കുറവാണ്. ഇത് ഒറിജിനൽ ബ്ലൂബെറി ഐസാണ്. അതിന് നേരിട്ട് കണ്ടാലേ ആ പൂവിൻ്റെ ഒരു കളർ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അടർന്ന മഹാറാണി ഓഫ് കോഴ്സ് നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്കുള്ള പ്ലാന്റാണ്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ വയലറ്റ് ടോങ്ലോങ്ങിൻ്റെ കാര്യം, വയലറ്റ് ടോങ്ലോങ് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ചില്ലി ഓറഞ്ചാണ്, ഇത് ചില്ലി പിങ്ക്. ഇനി നമുക്ക് വന്നിട്ടുള്ള ഒരു അടിപൊളി പ്ലാന്റാണ് കേട്ടോ അർജുന. അർജുനയുടെ നല്ല സൂപ്പർ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. അതുപോലെ റെഡ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് നമുക്ക് എത്തിയിട്ടുണ്ട്. നമുക്കതുപോലെ സുഫിയ ഇന്ത്യാനയുടെ പ്ലാന്റ്സ് ഒരുപാട് എത്തിയിട്ടുണ്ട്. അതുപോലെ നോക്കി റുബീന എന്ന് പറഞ്ഞൊരു പുതിയ വെറൈറ്റിയാണ് കേട്ടോ, അടിപൊളി പ്ലാന്റാണ്. ഓൺ റൂട്ട് പ്ലാന്റാണ്, ഡാർക്ക് പർപ്പിൾ കളറ്, റുബിയാന എന്ന് പറയും, റെയർ വെറൈറ്റിയാണ് കേട്ടോ. സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് ഉണ്ട്. അത് ടോപ്പ് റെയർ വെറൈറ്റി ആയിട്ടുള്ള ഗോൾഡൻ പെട്രോ ബാമ്പിനോ, ബാലക തുടങ്ങിയ പ്ലാന്റുകളും നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ലെമൺ ടീ എന്ന് പറയുന്ന പുതിയ വെറൈറ്റിയാണ്, ഭയങ്കര ഭംഗിയായി കാണാൻ. ഓറഞ്ചും പിങ്കും മിക്സ്ഡ് ആണ് പ്ലാന്റ്സ്, അതായത് പ്ലാന്റ് വിരിയുമ്പോൾ ഓറഞ്ചായിട്ട് വരും, ലീഫ് പൂക്കളുടെ പെറ്റൽസ് മെച്ചറാകുമ്പോൾ പിങ്കായിട്ട് വരും, നല്ല ഭംഗിയാണ് ഷേപ്പ് കാണാനും. വിദാതരിയുടെ കുറച്ച് പ്ലാന്റ്സിന് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. മഷൂരി പീച്ചിൻ്റെ ഫ്ലവേഴ്സ് എത്തിയിട്ടുണ്ട്. ഓറഞ്ച് സെപ്റ്റംബർ, ഹവായ് വെൽറ്റ് ഉണ്ട്, നല്ല അടിപൊളി 14 ഇഞ്ച് പൊട്ട് ബുഷി പ്ലാന്റ്സ്. അതിൽ മൾട്ടി ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ്, മൾട്ടി ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. സ്ഥലക്കുറവാണ്, ഇവിടെ എവിടെയൊക്കെ ആയിട്ട് ചെടികൾ ഇട്ടേക്കണം. ഫോക്സ് സ്റ്റൈലിൻ്റെ പ്ലാന്റ്, അടിപൊളി ഫോക്സ് സ്റ്റൈൽ പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ബ്രിസയുടെ ഓൾ വെറൈറ്റീസും ഒക്കെ വാട്ടർമെലൺ കീസൊക്കെ നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത്. ഡോക്ടർ റാവൊക്കെ 250-നാണ്. കവർ സൈസ് പ്ലാന്റ് നമ്മുടെ കയ്യിൽ കുറച്ചുണ്ട്. അത് നമ്മളിതിന് ശേഷം ഈ ഒരു പോട്ടിൻ്റെ ഇത് സ്ഥലമില്ല വെക്കാൻ പോലും, ഈ സ്ഥലം ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വേണം നമുക്ക് ആ പ്ലാന്റ്സ് കവറൊക്കെ നമ്മൾ കോംബോ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വരുന്ന വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് നല്ല ഓഫറിന് ബൊഗേമിലെ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യാൻ പറ്റും. ചില്ലി ഐറ്റംസ് ഒരുപാട് ടോപ്പ് റെയർ വെറൈറ്റിയാണ് ഈ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് ഇരിക്കുന്നത്. അപ്പോൾ വീഡിയോ മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. ഇനി നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ വന്നാൽ മതി, നിങ്ങൾക്ക് നേരിട്ട് പർച്ചേസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ കുറച്ചൊക്കെ പ്ലാന്റ്സ് ഹോൾസെയിലായിട്ടും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഫ്ലെയിം റെഡും പൈറോപ്പാൽ റൂബി റെഡും ഒക്കെ വലിയ പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ റേറ്റ് കുറവിനുണ്ട്. ഹാങ്ങിങ് പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. അടർന്ന മഹാറാണി 3 സ്റ്റാർ ഉൾപ്പെടെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ഉണ്ട്. ഇനി ഒരു പ്ലാന്റും കൂടി നിങ്ങൾ ഈ പ്രാവശ്യം വന്നിട്ട് കാണിച്ചു തരാൻ മറന്നുപോയി, അതും കൂടി കാണിക്കാം. ഈ തവണത്തെ സ്റ്റോക്കിൽ നല്ലൊരു അടിപൊളി പ്ലാന്റാണ് വൈശാഖം. സൂപ്പർ പ്ലാന്റ് ആണോ വിശാഖ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഒരുപാട് നമ്മൾ പർപ്പിൾ കാണുന്നുണ്ടെങ്കിലും അതല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരിട്ട് കാണുമ്പോഴാണ് പ്ലാന്റ് ഒന്നും കൂടി വീഡിയോയിലേക്കാളും ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ഗോൾഡൻ മെട്രോ ബാമ്പിനോടെ ഒക്കെ സ്റ്റോക്ക് വളരെ കുറവാണ് നമ്മുടെ കയ്യിലുള്ള കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൈ ബൈ.